ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട സഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇപ്രകാരം ചോദിച്ചു, മൻ യഖുദു അന്നി ഹഉലാഇൽ കലിമാതി ഫയഅമൽ ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമൽ ബിഹിന്ന. ആരാണ് എന്നിൽ നിന്നും ഈ വചനങ്ങൾ സ്വീകരിക്കുകയും അതുപ്രകാരം പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്? فقال أبو هريرة فقلت أنا يا رسول الله. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതിന് റെഡിയാണ് നബിയേ. അത് പഠിപ്പിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞാൻ തയ്യാറാണ്. فأخذ بيدي فعد خمسا. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 5 കാര്യം എണ്ണി പറഞ്ഞു കൊടുത്തു. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസി. നീ ഹറാമായ കാര്യങ്ങളെ സൂക്ഷിക്കുക, അഥവാ അത് നിന്റെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. എങ്കിൽ നീ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദായി മാറും, ഇബാദത്ത് ചെയ്യുന്ന ആളായി മാറും. രണ്ടാമതായി പ്രവാചകൻ പറയുന്നു, വറള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസി. അള്ളാഹു നിനക്ക് കണക്കാക്കി വീതിച്ചു തന്നതായ കാര്യങ്ങൾ, അത് സമ്പത്താകട്ടെ, ഉപജീവനമാകട്ടെ, ആഹാരപാനീയങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അതിൽ നീ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംതൃപ്തനായി നീ മാറും. മനസ്സുകൊണ്ട് നീ എല്ലാം നേടി എന്നുള്ള ഒരു തൃപ്തി നിനക്ക് തോന്നും. ഒരു കുറവും ഒരു പോരായ്മയും നിനക്ക് തോന്നുകയില്ല. ആ നിലയ്ക്ക് നീ സംതൃപ്തനായി മാറും. മൂന്നാമതായി പ്രവാചകൻ പറയുന്ന, നിന്റെ അയൽവാസിക്ക് നീ ഗുണം ചെയ്യുക, എങ്കിൽ നീ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാകും. നാലാമതായി പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഏതെല്ലാം കാര്യങ്ങൾ ഇഷ്ടമുണ്ടോ അതൊക്കെയും മറ്റുള്ള ആളുകൾക്കും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുക. എന്നാൽ നീ ഒരു മുസ്ലിമായി മാറും. നിനക്കുണ്ടാകാൻ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ മറ്റുള്ളവർക്കും ഉണ്ടാകണം. അങ്ങനെയാണ് നീ ആഗ്രഹിക്കേണ്ടത്. അത് നീ ഇഷ്ടപ്പെടണം. എന്നാൽ നീ ഒരു യഥാർത്ഥ മുസ്ലിമാണ്. അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തുക്സിറിൽ ലഹ്ക ഫഇന്ന കസ്റത്തൽ ലഹ്കി തുമീതുൽ ഖൽബ. നീ അധികം ചിരിക്കരുത്. തീർച്ചയായും കൂടുതൽ ചിരിക്കുന്ന ആളുകളുടെ ഹൃദയം മരവിച്ചു പോകും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് അമിതമായ ചിരി കൂടുതൽ മാനസികമായ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഹൃദയത്തിന്റെ ഒരു അനുകമ്പ, അതിന്റെ ഒരു മയം, അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ഹൃദയകാഠിന്യം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ പിന്നീട് മനുഷ്യന് സാധാരണ സമൂഹത്തിലുള്ളവരോടൊരു അലിവും കരുണയും മയവും അനുകമ്പയും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അധികമായുള്ള ചിരിപ്പാട്, തീരെ ചിരിക്കരുതെന്നില്ല, അമിതമായ ചിരിപ്പാടില്ല എന്നും പ്രവാചകൻ പറഞ്ഞു. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 നിർദ്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു, ഇത് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. നാം ഇത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ശീലമാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നന്മ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.